സ്വാമിയേ ശരണമയ്യപ്പ. അയ്യപ്പ സ്വാമിക്ക് ചാർത്തുന്ന തിരുവാഭരണം ചന്ദനത്തിൽ നിർമ്മിച്ച 3 പെട്ടിക്കുള്ളിലാണ് ആ സ്വർണ്ണ ആഭരണങ്ങൾ എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. അത് എന്തൊക്കെയാണ്, അതിൻ്റെ സങ്കല്പം എന്താണ് എന്ന് നമുക്ക് ഒന്ന് അറിയാം. പന്തളത്ത് രാജാവിന് അയ്യപ്പസ്വാമിയെ സ്വർണ്ണാഭരണങ്ങൾ എല്ലാം അണിഞ്ഞ് രാജകുമാരനായി കാണുവാൻ വേണ്ടിയാണ് അയ്യപ്പസ്വാമിയെ തിരുവാഭരണം ചാർത്തുന്നത്. ധനുമാസം 28-ാം തീയതി പന്തളത്ത് അയ്യപ്പ ക്ഷേത്രത്തിനോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റോർ റൂമിലാണ് തിരുവാഭരണം സൂക്ഷിച്ചിരിക്കുന്നത്. ഇടദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമുക്ക് വെളിയിൽ നിന്ന് തിരുവാഭരണം കണ്ട് തൊഴാൻ പറ്റും. അയ്യപ്പസ്വാമി പന്തളത്തു നിന്നും നടന്ന് ശബരിമലയ്ക്ക് പോയി എന്ന് കരുതപ്പെടുന്ന ആ കാനനപാത വഴിയാണ് തിരുവാഭരണ ഘോഷയാത്ര കടന്നു പോകുന്നത്. 13 വില്ലേജുകളായി 83 കിലോമീറ്റർ ദൂരമാണ് പന്തളത്ത് നിന്ന് ശബരിമലയ്ക്ക്. സ്വാമിയേ ശരണമയ്യപ്പ. തിരുവാഭരണം കടന്നു പോകുന്നത് കുളനട, അയിരൂര്, പുതിയകാവ്, മൂക്കന്നൂർ, ഇടപ്പാവൂർ, ഐക്കൽ, ഇടക്കുളം, അയ്യപ്പ ക്ഷേത്രം, വടശ്ശേരിക്കര, ചമ്പോൺ, മാടമൺ, കൊച്ചുകോയിക്കൽ ശ്രീധർമ്മ ശാസ്താക്ഷേത്രം, പെരുന്നാട്, വയറൻമരുതി, കൂനങ്കര, പുതുക്കട, ളാഹ സത്രം, പ്ലാപ്പള്ളി, തലപ്പാറമല, കോട്ടനട, നിലയ്ക്കൽ, അട്ടത്തോട്. ഇവിടുന്ന് ഉൾവനമാണ്. കൊല്ലം വഴി എടപ്പള്ളി, ഉളിയമ്പ് വഴി വലിയാനവട്ടം, ചെറിയാനവട്ടം, നീലിമല, അപ്പാച്ചിമേട്, ശബരിപീഠം വഴി സന്നിധാനം. സ്വാമിയേ ശരണമയ്യപ്പ. തിരുവാഭരണ പേടകം ശബരിമലയിലേക്കും 18-ാം പടി ചവിട്ടി കയറി ചെല്ലും. മറ്റ് 2 പെട്ടികൾ മാളികപ്പുറത്തേക്കും കൊണ്ടുപോകും. ശബരിമല അയ്യപ്പസ്വാമിയെ 5 ദിവസം തിരുവാഭരണം ചാർത്തും. ഈ 5 ദിവസവും അയ്യപ്പ ഭക്തർക്കെല്ലാം തിരുവാഭരണം ചാർത്തിയ അയ്യപ്പസ്വാമിയെ കണ്ടു തൊഴാൻ പറ്റും. മാളികപ്പുറത്തും അയ്യപ്പസ്വാമിയുടെ 5 ഭാവങ്ങളിലുള്ള കളം വരച്ച് വിശേഷാൽ പൂജകളുണ്ട്. മാളികപ്പുറത്ത് നിന്നും ശബരിമല 18-ാം പടി വരെ എഴുന്നള്ളത്തുണ്ട്. അത് 5-ാം നാൾ ശരംകുത്തി വരെ ആ എഴുന്നള്ളത്ത് പോകും. അയ്യപ്പസ്വാമിയുടെ കൊമ്പം മീശ രൂപത്തിലുള്ള തിടമ്പേറ്റിയാണ് എഴുന്നള്ളത്ത്. വൃശ്ചികം 1 മുതൽ അയ്യപ്പസ്വാമിയെ കാണാൻ വരുന്ന അയ്യപ്പ ഭക്തരെ കണ്ട് അയ്യപ്പസ്വാമിയുടെ ഭൂതഗണങ്ങളെല്ലാം കാട്ടിലേക്ക് ഉൾവലിയും. 5-ാം നാൾ അയ്യപ്പസ്വാമിയെ കാണാൻ വന്ന ഭക്തരെയെല്ലാം ആനയിച്ച് ശരംകുത്തിയിൽ നിന്ന് തിരികെ മടക്കയാത്ര ചെയ്യിപ്പിച്ച് തൻ്റെ പഞ്ചഭൂതഗണങ്ങളായ എല്ലാവരെയും തിരികെ വിളിച്ച് ശബരിമല സന്നിധാനത്തേക്ക് വരുന്നതാണ് ശരംകുത്തി എഴുന്നള്ളത്ത്. സ്വാമിയേ ശരണമയ്യപ്പ. ഗോപുര ആകൃതിയിലുള്ള തിരുവാഭരണപ്പെട്ടി, സമചതുര ആകൃതിയിലുള്ള വെള്ളിപ്പെട്ടി, ദീർഘചതുരാകൃതിയിലുള്ള കൊടിപ്പെട്ടി, ഇങ്ങനെ 3 പേടകങ്ങളാണ്. ഇത് ചന്ദനത്തിലാണ് ഈ പെട്ടികൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന പേടകത്തിൽ കിരീടത്തോടു കൂടിയ തിരുമുഖം, വാൾ, ചുറ്റിക, ശരപ്പുള്ളിമാല, അരപ്പട്ട, വില്ലുതളമാല, എരിക്കും പൂമാല, നവരത്ന മോതിരം, പൂർണ്ണ പുഷ്കല, മാൻ, കുതിര, ആന, പുലി, വെള്ളികെട്ടിയ വലംപിരിച്ച് ശംഖ്, ലക്ഷ്മി രൂപം, പൂത്തട്ടം. 2-ാമത്തെ പേടകത്തിൽ തങ്കത്തിൽ നിർമ്മിച്ച കലശക്കുടം, വെള്ളിക്കുടം, പൂജാപാത്രങ്ങൾ,
അലിക്കെട്ടുകുടം എന്നിവയാണ്. ദീർഘ ചതുര ആകൃതിയിലുള്ള പേടകത്തിൽ നെറ്റിപ്പട്ടം, ജീവിത സ്വർണ്ണ കുമ്പളകൾ കൊണ്ട് നിർമ്മിച്ച ചുവപ്പ് കറുപ്പ് നിറത്തിലുള്ള കൊടികൾ, ഇവയൊക്കെയാണ് 3 തിരുവാഭരണ പേടകത്തിലെയും ആഭരണങ്ങൾ. സ്വാമിയേ ശരണമയ്യപ്പ, സ്വാമിയേ ശരണമയ്യപ്പ.